വലിയ രീതിയിൽ വെള്ളമൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഉള്ള വെള്ളം നല്ല അന്തസ്സായിട്ട് തന്നെയാണ് വരുന്നത്. ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഫ്രെയിം കണ്ടോ, നല്ല രസമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഹിൽ പാലസിൻ്റെ ഫ്രണ്ടിലാണ്. അമ്മയുടെയൊക്കെ അയൽക്കൂട്ടത്തിൽ നിന്ന് ടൂർ വന്നതാണ്. അപ്പോൾ കുറച്ച് പേര് ഹിൽ പാലസിൻ്റെ അകത്തോട്ടൊക്കെ കാണാൻ പോയിട്ടുണ്ട്. ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ശരിക്കും ഹിൽ പാലസിലോട്ട് മാത്രമല്ല, നമ്മൾ എറണാകുളം പിറവം സൈഡിലുള്ള അരീക്കൽ വാട്ടർഫോൾസ് കാണാനാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഇവർ അയൽക്കൂട്ടത്തിൽ കുറച്ച് പേരേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പോയത് നമ്മുടെ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലൊക്കെ ആയിരുന്നു. അത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് അവിടെ പോയിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്ത് അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചവരുണ്ട്. ഇതും അതേപോലെ തന്നെ നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഫുള്ള് കിട്ടുന്ന രീതിയിലായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് വരെ കാണുക കേട്ടോ. ഇന്ന് വീഡിയോ എടുത്തിരുന്ന അനുക്കുട്ടിയാണ് കേട്ടോ. വന്നവരിൽ കുറച്ച് പേരെ പാലസ് കാണാൻ പോയിട്ടുള്ളൂ, ബാക്കി കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഹായ് ഹായ് ഹായ്. എല്ലാവരും തിരിച്ചു വന്നതിന് ശേഷം നമ്മളിന് നേരെ അരീക്കൽ വാട്ടർഫാൾസിലേക്ക് പോകും. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഫൈനലി നമ്മളങ്ങനെ എറണാകുളം അരീക്കൽ വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെയാണ്? വെള്ളച്ചാട്ടം. വെരി ഗുഡ്. അപ്പം ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ തന്നെ വണ്ടി ഇടാൻ നമുക്ക് രണ്ട് രീതിയിൽ, റോഡിൻ്റെ സൈഡിൽ ഒതുക്കിയിടാൻ വണ്ടി, അല്ലെങ്കിൽ പേൻ പാർക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇങ്ങോട്ടാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ടുള്ള ലൊക്കേഷൻ ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം. പിന്നെ ജസ്റ്റ് ഗൂഗിളിൽ അരീക്കൽ വാട്ടർഫാൾസ് എറണാകുളം എന്ന് അടിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പേൻ പാർക്ക്. അത്യാവശ്യം വലിയ ബസ്സുകളെല്ലാം കയറി കിടക്കും കേട്ടോ. പിന്നെ ഇവിടുന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഇതുണ്ടോ, വലിയ രീതിയിൽ വെള്ളം ഇല്ലെങ്കിൽ ഇവിടെ നല്ല താഴ്ചയുണ്ട് കേട്ടോ. ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. പിള്ളേർക്ക് എന്തെങ്കിലും കുറവുണ്ടോയെന്ന് ചെന്നിട്ട് പറയാം. ടിക്കറ്റ് കൗണ്ടറിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ കള്ള് ഷാപ്പും ഉണ്ട്. ഇത് കണ്ടോ, അടിപൊളി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അരീക്കൽ എക്സോട്ടിക് ബേർഡ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് 30, വലിയവർക്ക് 50. ഇതിൻ്റെ റൈറ്റ് സൈഡാണ്. ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് 20 രൂപയാണ്. 10 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ് ടിക്കറ്റ് വേണ്ട. 10 വയസ്സിന് മേളോട്ട് എല്ലാവർക്കും കമ്പൽസറി ആയിട്ട് 20 രൂപ തന്നെയാണ്. അത്യാവശ്യം താഴത്തോട്ട് ഇറങ്ങി പോകാനുണ്ട്. പിന്നെ ആകെ ഒരു സമാധാനം, നമ്മൾ ആനചാടിക്കുത്തിലും തൊമ്മൻകുത്തിലൊക്കെ പോയപ്പോൾ അവിടുത്തെ വഴി അത്യാവശ്യം നല്ല മോശമായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാട്ടോ, നല്ല അടിപൊളി വഴിയാണ്. താഴെ ചെന്ന് വെള്ളവും കൂടെ ഉണ്ടേ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. വലിയൊരു തിരക്കില്ലെങ്കിലും അത്യാവശ്യം ഫാമിലീസാണ് ഇവിടെ കൂടുതൽ വരുന്നത്. നിങ്ങൾ ഫാമിലിയായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ സേഫ് ആണെന്ന് തോന്നുന്നു. ഇനി സ്ത്രീകൾക്കുള്ള ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കാണിച്ചു തരാം. വലിയ രീതിയിൽ വെള്ളമൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഉള്ള വെള്ളം നല്ല അന്തസ്സായിട്ട് തന്നെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിയാണ്. ഫോട്ടോ എടുക്കാനാണെങ്കിലും എന്താണെങ്കിലും അടിപൊളിയാണ്. കൊച്ചുകുട്ടികളായിട്ട് വരുന്നവർ സേഫ് ആണെങ്കിലും മാക്സിമം സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് ഇറങ്ങുക. പിള്ളേരുടെ സേഫ്റ്റി. ഇവിടെ വലിയ ആഴമൊന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് ഗ്രില്ലൊന്നും പണിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളം കൂടി വരുവാണെങ്കിൽ നേരെ അങ്ങ് ഒഴുകി താഴെ പോകാനും ചാൻസ് ഉണ്ട്. മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ താഴത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കടകളും, കുറച്ച് കടയില്ല, ഒരൊറ്റ കടയുള്ളൂ കേട്ടോ. ഏറ്റവും താഴത്തായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. ജസ്റ്റ് അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. മേളിൽ പാർക്കിംഗ് ഉള്ള പോലെ ഇവിടെയും ചെറിയ പാർക്കിംഗ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഒരു എൻട്രൻസ് പോലാണ്. ഇവിടെയും ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഞാനിവിടെ ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഈ കാല് വയ്യാത്തവർക്കൊക്കെ നേരെ ആ സ്റ്റെപ്പ് നടന്നിറങ്ങി വരുന്നതിന് നല്ലത് ഇതിലേ ഇങ്ങനെ നടന്നു പോകുന്നില്ല. അപ്പോൾ ഇവിടുന്ന് വണ്ടി ഇട്ട് നേരെ ടിക്കറ്റ് എടുത്ത് ഇതിലെ വഴി നടന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. നിങ്ങളൊരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുവാണെങ്കിൽ ഇത് മാത്രം നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇവിടെ അങ്ങനെ അത്രയും വലിയ ഒരു കാണാനുള്ള സെറ്റപ്പോ അല്ലെങ്കിൽ അതേപോലെ എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പോ ഒന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് കുളിച്ച് എല്ലാവരുമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാനല്ലാതെ വേറൊരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകത്തില്ല കേട്ടോ. പ്രായമുള്ളവരുമായിട്ട് വരുവാണെങ്കിൽ ഈ വഴി ഏറ്റവും അടിപൊളിയായിരിക്കും. കാര്യം നേരെ ഇങ്ങനെ വന്ന് നടന്ന് ഇതുണ്ട്, ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങ് കയറാം. വേറെ സ്റ്റെപ്പൊന്നും കയറാൻ നിൽക്കേണ്ട. സെയിം അവിടെ ഇവിടെ 20 രൂപ തന്നെയാണ് ടിക്കറ്റ്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ നേരെ ബാക്ക് സൈഡ് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുക. ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ടാസ്ക് ഇവിടെ കൈ കഴുകാൻ സ്ഥലമില്ലെന്നുള്ളതാണ്. ഇനി അവിടെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഇവിടെ നമുക്ക് ഇറങ്ങാനൊരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങി കൈയൊക്കെ കഴുകാം. പക്ഷേ അതത്ര സേഫ്റ്റി അല്ല. മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഫുഡ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ കാറിനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകുമായിരിക്കും. ഈ വലിയ വണ്ടിക്കൊക്കെ വരുവാണെങ്കിൽ ടൗണിലോട്ട് എത്തുന്നവരാ ഫുഡൊന്നും കിട്ടത്തില്ല. 4 പേരുള്ള ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നല്ലൊരു വൈബായിരിക്കും. അല്ലാതെ ഒരു കൂട്ടത്തോടെ ട്രിപ്പൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാര്യം അതിനു വേണ്ടി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇത്. പിന്നെ ഇതാണ്, നമുക്ക് ഫുഡ് കഴിക്കാനാണേലും ഇവിടെ ഇരുന്ന് റോഡിലിരുന്ന് കഴിക്കണം. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ കൈ കഴിയുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ,
പിള്ളേർ ഇറങ്ങി നിൽക്കുന്നതുണ്ടോ? ഇവിടെ ഇറങ്ങി പോകുന്ന റിസ്ക്കാണ്. അവിടെ ഇറങ്ങുന്ന റിസ്ക്കാന്ന് പറഞ്ഞപ്പോൾ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് അമ്മ അവിടെ പോയി ഇരിക്കുക കേട്ടോ. ഇവരിനി ഇവരുടെ ക്രിസ്മസ് ഫ്രണ്ട് സെലിബ്രേഷനും അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ട് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ഥലം എങ്ങനെ ഉണ്ട്? സ്ഥലമല്ല അല്ലേ? ആ, നമ്മുടെ വണ്ടിയുടെ സാരഥി പേര് പറയൂ. കിച്ചു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ സ്ഥലത്തിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണല്ലോ. അതുകൊണ്ട് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ചില്ലൗട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം മാത്രമാണിത്. ട്രിപ്പ് വരാനാണെങ്കിൽ ഇത് ഉദ്ദേശിക്കുകയേ വേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ട്രിപ്പെന്ന് വെച്ചാൽ നിങ്ങൾ ഇതേപോലെ ഒരു അയൽക്കൂട്ടോ അല്ലാതെ ഒരുപാട് ഫ്രണ്ട്സായിട്ടോ സ്കൂളിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരിക്കത്തില്ല. പിന്നെ സർക്കാർ ഭാവിയിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഇച്ചിരൂടെ വികസിക്കുമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ.